ഹായ് ടിപ്ടോക്കിൻ്റെ ഒരു പുത്തൻ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് യൂട്യൂബിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നെയിമുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, പുതിയ യൂട്യൂബ് ചാനലിന് നമുക്ക് എങ്ങനെ ഒരു പേര് കണ്ടെത്തി യൂട്യൂബിൽ ഇല്ലാത്ത പേരുകൾ നമുക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോസ്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. യൂട്യൂബിലെ പേരുകൾ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. മുന്നേ പറഞ്ഞതുപോലെ നമ്മളൊരു പുതിയ പേര് കണ്ടെത്തി, നല്ലൊരു പേര് കണ്ടെത്തി നമ്മൾ യൂട്യൂബ് ചാനലിൽ പേരിട്ടെന്ന് ഇരിക്കട്ടെ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറൊരു പുതിയ പേര് നമുക്ക് കിട്ടുന്നത്, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പേര് കിട്ടിയെന്നും ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ പേര് നമുക്ക് എങ്ങനെ വീണ്ടും ചേഞ്ച് ചെയ്യാം? ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ ഇങ്ങനെ അടിക്കടി പേരുകൾ ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ, അത് കുക്കിംഗ് ആയിക്കോട്ടെ, ഏത് തരം വീഡിയോ ആയാലും ഒരാൾ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ പോകുന്നു. പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് ആ ഒരു ചാനലിലേക്ക് വരണം, അല്ലെങ്കിൽ ആ ചാനൽ കൊള്ളാമായിരുന്നു, ആ വീഡിയോ കൊള്ളാമായിരുന്നു, പുതിയ വീഡിയോ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്ന് കരുതി നമ്മുടെ ചാനലിനെ അവർ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചാനൽ റിസൾട്ടിൽ വരില്ല. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് കുറയാണ് ചെയ്യുന്നത്, നമുക്ക് അവിടെ നഷ്ടമാണ് സംഭവിക്കുക. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അധികമൊന്നും വ്യൂവേഴ്സ് ഇല്ല, യൂട്യൂബ് തുടങ്ങിയതേ ഉള്ളൂ, ചാനൽ തുടങ്ങിയതേ ഉള്ളൂ, അധികം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല, നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബിൽ പേര് ചേഞ്ച് ചെയ്യുന്നത് യൂട്യൂബിനൊരു പോളിസി ഉണ്ട്. ആ പോളിസിയെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര തവണ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റും. യൂട്യൂബിനൊരു പോളിസി ഉണ്ട്. അത് ഇങ്ങനെയാണ്: നമുക്ക് 90 ദിവസത്തിൽ 3 പ്രാവശ്യം ഒരു ചാനലിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. 90 ദിവസത്തിൽ 3 പ്രാവശ്യം നമുക്കൊരു ചാനലിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മീൻസ് ഇതെങ്ങനെ മീൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മാസത്തിൽ 1 തവണ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റി പുതിയ ചാനൽ നെയിമിലേക്ക് മാറ്റാൻ കഴിയും എന്നാണ്. 3-ൽ കൂടുതൽ തവണ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ്, അത് യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ 90 ദിവസത്തിൽ 3 തവണ നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. ഇത് എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. നിങ്ങൾക്ക് 1, 2, 3 പ്രാവശ്യം ചെയ്യുന്നെങ്കിൽ ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. അധികം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം, നോ ഇഷ്യൂ, അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുക, 90 ദിവസമാണ് നമ്മുടെ 3 പ്രാവശ്യം ചേഞ്ച് ചെയ്യാനുള്ള വാലിഡിറ്റി, ആ ഒരു കാലാവധി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിവതും നിങ്ങൾ പേര് മാറ്റാതിരിക്കുന്നതായിരിക്കാം കുറച്ച് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാറ്റാം. അങ്ങനെ മാറ്റാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ വരൂ, ഒറ്റ ക്ലിക്കിൽ നമുക്കത് സാധ്യമാക്കാം. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഒരു പക്ഷേ ഇത് എല്ലാവർക്കും അറിയാവുന്ന അറിവ് തന്നെ ആയിരിക്കാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ അറിവ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബിൻ്റെ എംബ്ലം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഈ ഇൻ്റർഫേസ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് വലത് സൈഡിൽ നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ചാനലിൻ്റെ പേരും അക്കൗണ്ടും ഡീറ്റെയിലുമാണ് മുകളിൽ റൈറ്റ് സൈഡിൽ വലത് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് പുതുതായി തുറന്നു വരും. അതിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരും ഇമെയിൽ അഡ്രസ്സ് എന്ത് വേണ്ട, ആ യൂട്യൂബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗൂഗിളുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ഇതിൽ തന്നെ വരുന്നു. ഇതിൽ നമ്മൾ ആദ്യത്തെ ഓപ്ഷനായ യുവർ ചാനൽ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ നേരെ നമ്മുടെ ചാനലിലേക്കാണ് ഇത് പോയത്. ഇതിപ്പോൾ എൻ്റെ ടിപ്ടോക്ക് മലയാളം എന്ന ചാനലിലേക്ക് ഇത് പോയിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സെറ്റിങ്സ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. സെറ്റിങ്സ് ബട്ടൺ
ഈ സെറ്റിങ്സ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വീണ്ടും തുറന്നു വന്നു. അതിൻ്റെ മുകളിലായിട്ട് നെയിം, ഇവിടെ കാണിച്ചിരിക്കുന്നത് ടിപ്ടോക്ക് മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ, പ്രൈവസി, അങ്ങനെ ഒരുപാടുണ്ടാകും. അപ്പം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൻ്റെ നെയിമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ നെയിമിൻ്റെ വലതു ഭാഗത്തായി കാണിച്ചിരിക്കുന്ന ആ പെൻസിൽ എംബ്ലം ഉണ്ടല്ലോ, അത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ആൾറെഡി ടിപ്ടോക്ക് മലയാളം എന്ന് കിടത്തുന്നു. പക്ഷേ ഇവിടെയാണ് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യണമെന്ന്. ഇപ്പോൾ നിങ്ങളുടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഏത് യൂട്യൂബ് നെയിമാണോ ആ നെയിമായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അപ്പോൾ ഏത് പേരാണ് നിങ്ങൾ പുതിയതായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. വെരി സിമ്പിൾ, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഡിസ്ക്രിപ്ഷൻ അതൊക്കെ നിങ്ങൾക്ക് ആൾറെഡി വന്നിട്ടുണ്ടാവും. ഇൻ കേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരണം ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഇടുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിനെ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യും. മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ കുറച്ച് ഇമ്പ്രഷൻ കിട്ടുകയും ചെയ്യും. സോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ളതിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുത്തൻ അറിവുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഈ ചാനലിലേക്ക് ക്ഷണിക്കുക. ടിപ്ടോക്ക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. അറിഞ്ഞ അറിവുകൾ മധുരമെങ്കിൽ അറിയാത്ത അറിവുകൾ അതിമധുരം. പുതിയൊരു വീഡിയോയുമായി പുതിയൊരു അറിവുമായി ടിപ്ടോക്ക് ചാനൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.